അല്ല, സുധാകരന് എന്ന് പറഞ്ഞ ഒരു ജനകീയനാണ്. അദ്ദേഹത്തിന് കുറേ ജനപിന്തുണ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. അവർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനം ഉള്ള ഒരു മാന്യ വ്യക്തിയാണ്. ഭരണത്തിൽ ഒരു സത്യസന്ധനായ ഒരു മന്ത്രിയാണെന്ന് ചരിത്രം തെളിയിക്കുകയും കേരളത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മന്ത്രിയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥി അറിയിക്കാൻ പോകുന്നു. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഇത് മാത്രം പറയാമെന്ന് പറയും. എനിക്ക് നല്ല തൊണ്ടയ്ക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് പുള്ളി അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഞാനൊന്നും പറഞ്ഞില്ല. അദ്ദേഹം വന്നു, ബാത്റൂമിൽ കയറി തിരിച്ചു. ഇപ്പം കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞിരുന്നത് UDF പിന്തുണ G. സുധാകരൻ സ്വീകരിക്കുകയാണെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന് താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പോൾ UDF G. സുധാകരനെ പിന്തുണയ്ക്കും എന്നുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഒരു അഭിപ്രായം പറയാൻ താല്പര്യമില്ല. ഇന്നലെ അമ്പലപ്പുഴ യൂണിയൻ വലിയ സ്വാധീനമുള്ളതാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ 40% ഈഴവ വോട്ടുകൾ കൂടിയുള്ള മണ്ഡലമാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഈഴവർക്ക് അല്ലെങ്കിൽ SNDP നിർണയമായ സ്ഥാനമുണ്ട്. എന്തായിരിക്കും അവിടെ SNDP എടുക്കുന്ന നിലപാട്? അതിപ്പോൾ കഴിയട്ടെ, സ്ഥാനാർത്ഥികളെല്ലാം SNDP നിലപാട് അമ്പലപ്പുഴ മാത്രമല്ല, മൊത്തമല്ലേ. ആ മൊത്തം എടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം നിർണ്ണയിച്ച് വരട്ടെ, അപ്പോൾ നമുക്ക് അഭിപ്രായം പറയാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കണ്ടിട്ടില്ല അഭിപ്രായം പറയേണ്ടത്, എല്ലായിടത്തും വരട്ടെ. അദ്ദേഹം പിന്തുണ തേടിയില്ലേ? അതായത് അല്ലൊന്നും പറഞ്ഞില്ല, പിന്തുണ ഒന്നും തേടിയില്ല. മറിച്ച് പറഞ്ഞ് എൻ്റെ കാല് ഇങ്ങനെയാണ്, അപ്പം എനിക്ക് നല്ല സുഖം, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാനിങ്ങനെ നിൽക്കാൻ പോവുകയാണ്, ഇങ്ങോട്ടൊന്നും പറയണ്ട, സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭാര്യ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഭാര്യയെ കൊണ്ട് ബാത്റൂമിൽ കയറി. ലഭിക്കുന്ന UDFന്റെ പിന്തുണ അങ്ങ് നേരത്തെയും പറഞ്ഞു ആത്മഹത്യാപരമാണെന്ന്. അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അമ്പലപ്പുഴയിലെ കോൺഗ്രസ്സുകാരും ചതിക്കുമോ? ഞാൻ അദ്ദേഹത്തിന് ആരുടെ പിന്തുണയുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കാൻ പോകുന്നതല്ലേ അറിയുന്നത്. ആരുടെയും പിന്തുണ അദ്ദേഹം തന്നാൽ സ്വീകരിക്കും, ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടി പോകല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അമ്പലപ്പുഴയിലെ മത്സരത്തെ എങ്ങനെ കാണുന്നു? G. സുധാകരന്റെ വിജയ സാധ്യത എത്രത്തോളം ഉണ്ട്? പ്രത്യേകിച്ച് CPMന്റെ അടിത്തറയുള്ള ഒരു മണ്ഡലമാണല്ലോ. അല്ല, അതിപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയിച്ച് ആരുടെ എല്ലാം പിന്തുണ വരുന്നു എന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ടല്ലേ പറയുന്നത്. ആരുടെയും ഒരു പിന്തുണയില്ലാതെ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്നാൽ എങ്ങനെ ഇരിക്കും, ആരെങ്കിലും പിന്തുണച്ചാൽ എങ്ങനെ ഇരിക്കും, ഇതെല്ലാം കൂടെ കണക്കാക്കണ്ടേ. സുധാകരൻ അമ്പലപ്പുഴയിൽ ഒരു എക്സ് ഫാക്ടറാണ്. കാരണം സാധാരണ LDF UDF മത്സരമാണ് നടക്കല്. പക്ഷെ സുധാകരനെ പോലൊരു നേതാവ് വരുമ്പോൾ അത് അവിടെ ഒരു എക്സ് ഫാക്ടറായിട്ട് മാറുകയില്ല. അല്ല, സുധാകരന് എന്ന് പറഞ്ഞ ഒരു ജനകീയനാണ്. അദ്ദേഹത്തിന് കുറേ ജനപിന്തുണ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. അവർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനം ഉള്ള ഒരു മാന്യ വ്യക്തിയാണ്. ഭരണത്തിൽ ഒരു സത്യസന്ധനായ ഒരു മന്ത്രിയാണെന്ന് ചരിത്രം തെളിയിക്കുകയും കേരളത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മന്ത്രിയാണ്. ഭരണത്തിൽ അദ്ദേഹം മിടുക്കനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതെല്ലാം കിട്ടുകയും കൊടുക്കുകയും ഭരിക്കുകയൊക്കെ ചെയ്യുന്നതെല്ലാം പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണല്ലോ. പാർട്ടി കൊടുത്തുകൊണ്ടാണ് അതെല്ലാം ചെയ്യാനത്തത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ ചർവിതം ചെയ്യാൻ ഇപ്പോൾ നോക്കണ്ട. എനിക്ക് തൊണ്ടയ്ക്കും വയ്യ, വിളിച്ചിട്ടില്ല, ഒന്നും വയ്യ എനിക്ക്. ഒറ്റ കാര്യം കൂടെ, ഈ അമ്പലപ്പുഴയ്ക്ക് പുറത്തേക്ക് CPM ഏതെങ്കിലും തരത്തിൽ ഈ G. സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ CPM വിട്ടത് അത് ഏതെങ്കിലും തരത്തിൽ CPM തിരിച്ചടിയാവോ അമ്പലപ്പുഴയ്ക്ക് പുറത്തേക്ക്? അതെനിക്ക് പ്രതീക്ഷയില്ല. അമ്പലപ്പുഴയ്ക്ക് പുറത്തേക്ക് അതിൻ്റെ പേരിൽ പ്രചരണത്തിന് പ്രയോജനപ്പെടുന്നുള്ളതിൽ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഈ ആലപ്പുഴ ജില്ലയിലുണ്ട്. CPM ബാധിക്കുമല്ലേ? CPM ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. H. സലാം പൊളിറ്റിക്കൽ ക്രിമിനലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. H. സലാം CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഒരു നിലവിലെ സ്ഥാനത്ത് മുസ്ലിം വിഭാഗത്തിൽ പ്രതികരിക്കുന്ന ആളാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ ക്രിമിനലാണെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു പറയുന്ന വാവിട്ട വാക്കാണോ? ജാഗ്രത വേണം കുറച്ചുകൂടെ വാക്കുകൾക്ക്. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭാഷ കാണുമല്ലോ. എൻ്റെ ഒരു ഭാഷ ഒന്നാണ്, അത് പലർക്കും ഇഷ്ടമായില്ലെന്ന് വരും. ഇങ്ങനെയുള്ള ഒരു ഭാഷ നല്ല സൗമ്യമായി പറയുന്ന ഭാഷയാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് കേൾക്കുന്ന ഒരു വിലയിരുത്തണം.